കേരള കുംഭമേള നടക്കും. അതിൻ്റെ തുടർച്ചയിൽ ഒന്ന് തന്നെയാണ് കുംഭമേളയും മഹാമകവും. അത് നടക്കും എന്ന് അവിടെ സന്യാസ ശിഷ്യന്മാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അത് അഖാഡകളുടെയൊക്കെ തന്നെ പങ്കാളിത്തം അതിലുണ്ട്. അഖാഡ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ ഈ മഹത്തായിട്ടുള്ള കർമ്മം അവിടെ നടന്നു കഴിഞ്ഞാൽ അവിടെ വർഗീയമായിട്ടുള്ള വേർതിരിവുണ്ടാവും. അതിലൂടെ നിങ്ങൾ ആരെയാണ് അപമാനിക്കുന്നത്? മലപ്പുറത്തുകാരെ മനസ്സിലാക്കിയിട്ടില്ല. മലപ്പുറത്തുകാരെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇത് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മണ്ണ് മലപ്പുറത്തെയാണ്. അവിടുത്തെ ഇസ്ലാമിക ജനത ഇതിന് സഹായമായി കൂടെ നിൽക്കുന്ന ആളുകൾ. അതിനെ എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്പിരിച്വൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ടുന്ന ഒരു പ്രൊജക്റ്റിനെ ഞാൻ എൻ്റെ അധിക പ്രസംഗമായിട്ട് കണ്ടാലും കുഴപ്പമില്ല. ഇവർ ഈ രാമായണ കാലത്ത് രാമായണ മാസ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് രാമായണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ രാമായണ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ചെലവിൻ്റെ ഒരു ചെറിയ പങ്ക് ഇതിലേക്ക് വഹിക്കുകയാണെങ്കിൽ, അപ്പോൾ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഏകദേശം മലപ്പുറം ജില്ലയുടെ ആ ഭാഗത്താണ് മഹാമകം നടക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഈ സ്ഥാപനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലൂടെ അവിടെ ഹിന്ദുക്കൾക്ക് നന്മ ഉണ്ടാവണേ നല്ലല്ലോ പ്രാർത്ഥിക്കുന്നില്ല. അവിടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ഭാഗവത്തിൽ തന്നെ പൂതന എന്ന് പറയുന്ന രാക്ഷസി അവര് ഈ ശിശുഘാതകയാണ്. വീടുകളിൽ കയറി ചെന്ന് കുട്ടികളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഭാഗവത്തിൽ പറയുന്നുണ്ട്, പുരാണശ്രവണം നടക്കണ വീടുകളിലേക്ക് ഇവർ കയറില്ല അത്രേ. പുരാണശ്രവണം ഇല്ലാത്ത വീടുകളിലേക്ക്, സത്സംഗം നടക്കാത്ത, നാമജപ പ്രാധാന്യം ഇല്ലാത്ത വീടുകളിലാണ് ആര് കയറുന്നത്? പൂതന കയറുന്നത്. പൂതന കയറി അവിടുത്തെ കുട്ടികളെ കൊല്ലുന്നതാണ് ഭാഗവതം പറയുന്നത്. ഭഗവാനുള്ള സ്ഥലത്ത് നാമജപമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഭഗവാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ കയറി പോകുന്നത്. അത് വേറെ കാര്യം. അപ്പം എന്തായാലും ഈ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഭാഗവത്തിൽ അജാമിളൻ്റെ കഥ പറയും. അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അത് മുഴുവൻ കഥ കേട്ടിട്ട് പറയുന്നതാണ് നല്ലത്. അജാമിളൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം. അദ്ദേഹം വലിയ നിഷ്ഠയുള്ള ആളായിരുന്നു, നല്ല ധാർമ്മികതയുള്ള ആളായിരുന്നു, അച്ഛനമ്മയൊക്കെ നന്നായി നോക്കുന്ന ആളായിരുന്നു, വൈവാഹികനായിരുന്നു. അദ്ദേഹം ഒരിക്കലും വെള്ളം ശേഖരിക്കാനായിട്ട് ജലാശയത്തിലേക്ക് പോയ സമയത്ത് മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടു എന്നാണ്. അപ്പോൾ ആ സ്ത്രീയിൽ അനുരക്തമായി, ആ സ്ത്രീ ഒരു വേശ്യാസ്ത്രീയോ എന്തോ ആയിരുന്നു. അവരെ വിവാഹം കഴിച്ചു. അച്ഛനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു. ഈ സ്ത്രീയുടെ കൂടെ ജീവിതം തുടങ്ങി. കുറച്ച് ജീവിതമൊക്കെ മുന്നോട്ട് പോയി. ഓരോ കാലം കഴിയുന്നതോറും അസുഖങ്ങൾ വന്നു തുടങ്ങി. എല്ലാം ചെയ്യുന്നത് മൊത്തം അധർമ്മം. ഇവർക്ക് വേണ്ടിയിട്ട് മോഷിക്കാൻ പോകുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുടുംബത്തെ തന്നെ മാറ്റി വെച്ചിട്ട് ഒരു സ്ത്രീയിലാണ് ആനന്ദം എന്ന് കരുതി മുഴുവൻ ജീവിതം ജീവിച്ചു തീർക്കുക. അയാൾക്ക് മക്കളുണ്ടാവുന്നുണ്ട്. അങ്ങനെ മൃതപ്രായനാവാറായി. അങ്ങനെ അയാൾക്ക് നിരവധിയായിട്ടുള്ള മക്കളുണ്ടായി എന്നാണ് പറയുക. അതിലേറ്റവും ഇളയ ആൾക്ക് അദ്ദേഹം നാരായണൻ എന്ന് പേരിട്ടു അത്രേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം അവസാനം ഈ കിടക്കയിലായ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇളയ മകനോടായിരുന്നു കൂടുതൽ താല്പര്യം, കൂടുതൽ സ്നേഹം അദ്ദേഹത്തോടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിനും ഈ നാരായണനാണ് വേണ്ടത്. അപ്പം അദ്ദേഹം ഒരു ദിവസം ഒരു 1000-2000 തവണ ഈ കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. നാരായണ ഭക്ഷണം തരൂ, നാരായണ പുതപ്പെടുത്ത് തരൂ, നാരായണ വെള്ളം തരൂ, ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതം അവസാനിക്കേണ്ട സമയമായി എന്നാണ്. അപ്പോൾ ഈ യമദൂതന്മാർ കാലഭാഷമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവർ ഇത് ചുഴറ്റെന്ന് കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഭയം തോന്നിയിട്ട് ഇദ്ദേഹം മകനെയാണല്ലോ എന്തുണ്ടെങ്കിലും വിളിക്കുക. അദ്ദേഹം നാരായണ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം വിളിച്ചത് മകനെയാണ്. പക്ഷെ ആ ഒരു വിളിയുടെ ഇൻറ്റൻസിറ്റിയിൽ വിഷ്ണുദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും എൻ്റെ ഭക്തനെ തൊട്ടുപോകരുത് എന്ന് വാൺ ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ വിഷ്ണുദൂതന്മാരോട് യമദൂതന്മാർ ചോദിക്കുന്നുണ്ട്, ഇയാൾ ഭയങ്കര ഭാവിയാണ്, ഇയാൾ ഇത്രയും വൃത്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, സ്വന്തം കുടുംബം ഉപേക്ഷിച്ച ആളാണ്, വേശ്യാസ്ത്രീ കല്യാണം കഴിച്ച ആളാണ്, ഒരു കുട്ടിയോടുള്ള ധർമ്മം ചെയ്യാത്ത ആളാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആത്യന്തികമായിട്ട് അവസാനം അദ്ദേഹം നാമം ജപിച്ച് ഇതിൽ നിന്നൊക്കെ മാറി നടന്നിട്ടുണ്ട്. അതെന്നൊക്കെ അദ്ദേഹം പുറത്തുപോയി. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ തൊടാൻ അങ്ങേക്ക് അധികാരമല്ല, തിരിച്ചു വെക്കുള്ളൂ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നതല്ല, എഗെയിൻ ഒരു ചാൻസ് കൊടുക്കുക ചെയ്യണത്. ഇനിയുള്ള ബാക്കിയുള്ള ആയുസ് നല്ല രീതിക്ക് ജീവിക്കും എന്ന് പറഞ്ഞ് വിഷ്ണുദൂതന്മാർ പോയി. അല്ലാണ്ട് അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് സ്വർഗത്തേക്ക് കൊണ്ടുപോയൊന്നുമില്ല. പല ആൾക്കാരും വ്യാഖ്യാനിക്കും അങ്ങനെ എന്ത് വൃത്തികേട് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി, നാരായണ ജപിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫലം ഉണ്ടാവുന്നല്ല ഈ കഥയുടെ മോറൽ എന്ന് പറയുന്നത്. പക്ഷേ നാമജപത്തിൻ്റെ പ്രാധാന്യം അറിയാണ്ട് ചെയ്താൽ പോലും അത്രയധികം പ്രാധാന്യം ഉണ്ടെന്നാണ്. ഇപ്പോൾ ഒരു ഭജൻ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം നവീനോ അല്ലെങ്കിൽ ശ്രീലാൽ ആരെങ്കിലൊക്കെ അവരൊക്കെ നാരായണ ജപിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ രസത്തിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അതൊരു ഇന്നർ ക്ലീനിങ് നമ്മൾ അറിയാണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ എത്രയൊക്കെ അതിനെ അഡ്മിറ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ പൂന്താനം തന്നെ പറയുന്നുണ്ട്, ഉറക്കത്തിലാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാമെന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാമം ചൊല്ലിയാൽ മതി എന്നാണ്. പ്രോസസ്സിന് നിർബന്ധമില്ല, നടന്നാൽ മതി. അതായത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വിഷയമല്ല, എങ്ങനെയെങ്കിലും നടന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോണ സമയത്ത് ഇപ്പം നോക്കൂ, നമ്മളെയൊക്കെ തന്നെ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ
ഈ ഒരു സാമൂഹികമായിട്ടുള്ള ആരാധനയ്ക്ക് ഇന്ന് അതിന് എന്താ പറയുക വേദികൾ കുറവാണ്. ഇപ്പോൾ ഒരാൾ അവിടെ ഇപ്പോൾ ഒരു പുഷ്പാഞ്ജലിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളൊരു ഷീട്ട് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയിട്ട് അർച്ചന കഴിച്ച് അതിൻ്റെ പ്രസാദം നമുക്ക് തരാം. ആ വഴിപാടിൽ നമുക്ക് പണം കൊണ്ടാണ് പങ്കാളിയാവാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉത്സവത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപ സംഭാവന കൊടുക്കുമ്പോൾ പണം കൊണ്ടാണ് നമ്മൾ പങ്കാളിയാവുന്നത്. പക്ഷെ ഒരു നാമജപത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആരാധനയിൽ പങ്കെടുക്കുക ചെയ്യണം. നമ്മുടെയും കൂടി ഒരു പാർട്ടുണ്ട്. ഇപ്പോൾ കോടി അർച്ചനകളൊക്കെ നാട്ടിലെങ്ങും നടക്കുന്ന സമയമാണ്. കാരണം എന്താ, എല്ലാവർക്കും അർച്ചിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ഭജന എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രഭാഷണം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിൽ ഒരു സാമൂഹികമായിട്ടുള്ള ആരാധനയ്ക്ക് അവസരം കൊടുക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് മാറുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഭഗവാന്റെ അടുത്തിരുന്ന്, ഇപ്പോൾ ഗുരുവായൂർ ഒരു പ്രഭാഷണം ഉണ്ടാവുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരുന്ന് ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുക, ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലുക അല്ലേ. ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് രോജിക്ക് അറിയില്ലായിരിക്കും. കോടതി വിളക്കിന് ഗുരുവായൂർ നന്ദഗോവിന്ദം ഭജൻസ് വന്ന സമയത്ത് ഗുരുവായൂർ ഇന്നേ വരെ കാണാത്ത തിരക്കായിരുന്നു അവിടെ പുറത്ത് നടപ്പന്തല്ലുണ്ടായിരുന്നത്. ഇത്രയോ വലിയ വലിയ കലാകാരന്മാർ വന്ന് ദാസേട്ടനടക്കം ഉള്ള അല്ലെങ്കിൽ ചിത്രചേച്ചിക്ക് അടക്കമുള്ള ആൾക്കാർ പുറത്ത് ചെമ്പൈ സംഗീതോത്സവത്തിന് പാടുന്ന സമയത്ത് തിരക്കുണ്ടാവാറുണ്ട്. അതേ അനുസ്മരിക്കുന്ന തിരക്കാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രോഗ്രാമിനുണ്ടായത്. കാരണം എന്താ, ഗുരുവായൂരപ്പൻ്റെ അടുത്തിരുന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ കേൾക്കുക, ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലുക. അപ്പം അത് കൊടുക്കുന്ന ഒരു വേർഷൻ വേറെയാണ്. ഇപ്പം ഇന്നലെ മുറജപത്തിന്റെ ഭാഗമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദന്റെ പ്രോഗ്രാം നടക്കുന്നു, അല്ലെങ്കിൽ ഏത് ഭജന സംഘത്തിന്, ഞാൻ നന്ദഗോവിന്ദം മാത്രം എടുത്ത് പറയുന്നില്ല. അവിടെയൊക്കെ ഇവർ ചെയ്യുന്നത് എന്താണ്, ആളുകളെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കുക എന്നാണ്. ഒരേ സമയം ചെയ്യുന്ന ആൾക്കും ചൊല്ലുന്ന ആൾക്കും മോക്ഷം എന്നാണ് പറയുക, വ്യാഖ്യാനിക്കുക. കാരണം ഒരാളെ കൊണ്ട് നാമം ജപിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാനൊരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇപ്പോൾ രോജി ഒരു കഥ പറഞ്ഞതുകൊണ്ട് പറയാം. ഒരു വളരെ നിരീശ്വരവാദിയായിട്ടൊരു സുഹൃത്തും ഒരു ഈശ്വരവിശ്വാസിയായിട്ടുള്ള സുഹൃത്തും ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ഈ ഈശ്വരവിശ്വാസിയായിട്ടുള്ള സുഹൃത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ നിരീശ്വരവാദിയായിട്ടുള്ള ആൾ കാണാൻ പോയി. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കല്ലോ, തനിക്ക് അവസാനത്തെ ആഗ്രഹം എന്താണുള്ളത് അങ്ങനെ ചോദിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരവട്ടം നീ ഒരു രാമനാമം ജപിച്ച് കേൾക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അദ്ദേഹം ജന്മം ചെയ്താൽ ചെയ്യില്ല, കാരണം ഞാൻ ഇതൊക്കെ എതിരാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ അവസാനം, നീ എൻ്റെ എത്രയും വലിയ സുഹൃത്തല്ലേ, നിൻ്റെ കൂടെ എത്രയും നാളെ ഞാൻ കടന്നിട്ട്, അങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നു, ടെംപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവസാനം ഇയാളുടെ മരിക്കുമ്പോഴുള്ള ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ഒരു തവണ ഓം നമോ രാമായ നമഃ ജപിച്ചു, രാമനാമം അദ്ദേഹം ജപിച്ചു എന്നാണ്. എന്നിട്ട് സത്യം ചെയ്തു കൊടുത്തു, ഞാൻ രാമനാമം ജപിച്ചിട്ടുണ്ട് കേട്ടോ എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത്രയും മരിക്കാൻ പോണ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി നീ രാമനാമം ചൊല്ലിയതിൽ. ഒരു കാരണവശാലും ഈ രാമനാമം ചൊല്ലി കിട്ടിയതിൻ്റെ പുണ്യത്തെ നീ വിൽക്കരുത് എന്ന് പറഞ്ഞതാണ്. അപ്പം അദ്ദേഹം ഇതെന്തോ ഒരു ഇയാളെന്തൊക്കെയോ മരിക്കാൻ നേരത്തെ വല്ലതും പറയുന്നു കരുതിയിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം മരിച്ചു. കാലങ്ങൾ കഴിഞ്ഞു, ഈ മനുഷ്യനും മരിച്ചു, ഈ നിരീശ്വരവാദിയായിരുന്ന ആളും മരിച്ചു എന്നാണ്. അദ്ദേഹം മറ്റേ ഈ കണക്കെടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ ചിത്രഗുപ്തൻ്റെ അവിടെ പോയി എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം പാപങ്ങൾ നിരവധി ചെയ്തിട്ടുണ്ട്. വിശ്വാസിയാവുകയോ അവിശ്വാസിയാവുകയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ അയാൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപി എന്നുള്ള കണക്ക് തന്നെയാണ്, അതിൽ വിശ്വാസമൊന്നും പ്രാധാന്യമില്ല. അപ്പോൾ പാപങ്ങൾ നിരവധിയായിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. പുണ്യത്തിന് ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരു പുണ്യം കണ്ടു എന്നാണ്. ഏത്, ഈ രാമനാമൻ ഒരു തവണ ഇയാൾ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, എടോ തനിക്ക് ഈ രാമനാമത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടാണോ അത് ജപിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, എന്തായാലും താനിത് ചൊല്ലിയതുകൊണ്ട് തനിക്ക് ഇത്തിരി പുണ്യമുണ്ട്. അപ്പോൾ തനിക്ക് ഈ ജപിച്ചതിൻ്റെ പുണ്യം ആദ്യം അനുഭവിച്ചിട്ട് പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കാൻ പോകണോ, അതോ പാപങ്ങളുടെ ശിക്ഷ ആദ്യം അനുഭവിച്ചിട്ട് ഈ ചൊല്ലിയതിൻ്റെ പുണ്യം വേണോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, എനിക്ക് രണ്ടും ഇത് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു തവണ പറഞ്ഞ ഈ വാക്കിന് എത്രത്തോളം മഹത്വം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, അതുകൊണ്ട് ഇതിൻ്റെ മഹത്വം എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. രാമനാമത്തിൻ്റെ മഹത്വം പറഞ്ഞു തരൂ, കാരണം ഒരു തവണ ഇത് ജപിച്ചതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മഹത്വം പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ചിത്രഗുപ്തൻ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ്. കുറേ കഴിഞ്ഞപ്പോൾ ചിത്രഗുപ്തൻ മാത്രമേ എനിക്ക് ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ, നമുക്ക് യമധർമ്മനോട് ചോദിക്കാം, അദ്ദേഹത്തിന് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹവും പറഞ്ഞു കൊടുത്തു, ഇതൊക്കെയാണ് രാമനാമത്തിൻ്റെ മഹത്വം. പക്ഷേ എനിക്കും ഇത്രയൊക്കെ അറിയുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ദേവേന്ദ്രനോട് പോയി ചോദിക്കാം, അദ്ദേഹത്തിന് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ട് അറിയാമെന്ന്. അപ്പോൾ ഈ ദേവേന്ദ്രനെ വിളിച്ചിട്ട് ഈ ചിത്രഗുപ്തനെ ഇവിടെ നിർത്തി യമധർമ്മൻ ഇദ്ദേഹത്തെ കൊണ്ടുപോയിന്നാണ്. അപ്പോൾ നോക്കിയ സമയത്ത് ഈ യമധർമ്മൻ മുമ്പിൽ നടക്കുന്നു, ഇയാൾ പുറകിൽ നടക്കുന്നു, ദേവേന്ദ്രൻ അവിടെ മുമ്പിൽ എന്താ മ്യൂസിക്കൽ ഇവൻറ്റ്സ് എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യമധർമ്മൻ ആരോ ആനയിച്ച് വരുന്നതായിട്ടാണ് അത്രേ ഇയാൾ കാണുന്നത്, ഈ ദേവേന്ദ്രൻ. അപ്പോൾ ഈ യമധർമ്മൻ ആനയിച്ച് വരുന്ന ആളെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനായിരിക്കില്ല. അപ്പോൾ ഇദ്ദേഹം മ്യൂസിക് കോൺസെർട്ടൊക്കെ നിർത്തിയിട്ട് അങ്ങനെ പോയിട്ട് ഇയാളെ പോയി നമസ്കരിച്ചു അത്ര, ഈ പുറകിൽ വരുന്ന ആളെ. അപ്പോഴേക്കും ഈ യമധർമ്മൻ ഇയാളെ പിടിച്ച്, അദ്ദേഹം വലിയ പാപിയാണ്, അയാളെ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമസ്കാരം കഴിഞ്ഞു. ദേവേന്ദ്രന് തോന്നി, അയ്യോ നമസ്കരിച്ചല്ലോ, ഇതിപ്പോൾ ബുദ്ധിമുട്ടായല്ലോ, ഇയാളെ വിളിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാണ്, ഞങ്ങളിങ്ങനെ ഈ രാമനാമത്തിൻ്റെ മഹത്വം അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം അദ്ദേഹം അറിയാവുന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം ഈ പാപിയായിട്ടുള്ള മനുഷ്യൻ ചോദിച്ചു, കഴിഞ്ഞോ, എത്ര ഉള്ളോ? ഇല്ല, എനിക്ക് ഇത്ര അറിയുള്ളൂ, ഇനി അറിയണം എന്നുണ്ടെങ്കിൽ ബ്രഹ്മദേവനോട് ചോദിക്കണം എന്ന് പറയുക.
ഇപ്പൊ ഇവര് ബ്രഹ്മലോകത്തേക്ക് പോയി പറയാം. ബ്രഹ്മലോകത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവം? ദേവേന്ദ്രനും യമധർമ്മനും കൂടെ ഒരാളെ ആശിച്ചുകൊണ്ട് വരും. ബ്രഹ്മദേവൻ എഴുതി നമസ്കരിച്ചു എന്നാണ്. ഇങ്ങനെ അവിടെ പോയി ബ്രഹ്മാവ് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ബ്രഹ്മാവും ദേവേന്ദ്രനും കൂടെ കൈലാസത്തിലേക്കാണ് പോണത്. നോക്കുമ്പോൾ ബ്രഹ്മാവും ദേവേന്ദ്രനും കൂടെ ഒരാളായതിനു ഇങ്ങനെ വരുന്ന ദേവതകളൊക്കെ നമസ്കരിക്കുക. അവസാനം വൈകുണ്ഠത്തിൽ എത്തിയിട്ട്, അപ്പൊ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ പോയിട്ടുള്ളത് അവസാനത്തെ രണ്ടാൾക്കാരാണല്ലോ ഒപ്പം പോവുക. അപ്പൊ മഹാദേവനും ബ്രഹ്മാവും കൂടെ ഒരാളെ ആനയിച്ചുകൊണ്ട് വരുന്നു എന്നാണ്. ഭഗവാൻ അവിടെ എത്തിയ സമയത്ത് അനന്തശയനത്തിൽ ഇരിക്കുന്ന ഭഗവാനോട് ചോദിച്ചു തരാം, ഭഗവാൻ രാമനാമത്തിന്റെ മഹത്വം പറഞ്ഞു തരണം. ഇത്രയും നേരം കേട്ടെന്ന് എന്ത് മനസ്സിലായി? ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഇനി ബാക്കി അറിയണം എന്നാണല്ലേ എന്ന് വെച്ചു. അതെ, അറിയണം എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ പറഞ്ഞു അത്രേ, ഭഗവാൻ മഹാദേവനോടും ബ്രഹ്മാവിനോടും അദ്ദേഹത്തെ പിടിച്ച് എൻ്റെ മടിയിൽ ഇരുത്തു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ പിടിച്ചിട്ട് മഹാവിഷ്ണുവിന്റെ മടിയിൽ ഇരുത്തിയെന്നാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു അത്ര, ഇതാണ് ഇതിന്റെ മഹത്വം. അതായത് രാമനാമം ജപിക്കുന്നവനെ മഹാദേവനും ബ്രഹ്മാവും കൂടെ ചേർന്ന് വിഷ്ണുവിന്റെ മടിയിൽ ഇരുത്തിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പുണ്യം. അതായത് ഒരു തവണ അറിയാതെ അല്ലെങ്കിൽ ആർക്കോ വേണ്ടി രാമനാമം ജപിച്ചവന് വിഷ്ണു സാക്ഷാത്കാരം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ഫലം ഉണ്ടാവും എന്നാണ് പറയണത്. നമുക്ക് നോക്കൂ, എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് ആനന്ദം, സമാധാനം, സ്വസ്ഥത, ഇതൊക്കെയാണ്. ഈവൻ ഇന്നത്തെ ഈ പല ജെൻസിക് കുട്ടികളും ലഹരി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ രാസലഹരിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാരണം അവർക്ക് ആനന്ദം വേണം. അതെ, ഞാൻ തന്നെ പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് പറയുന്നത്, ഏട്ടാ ഇത് കഴിച്ചൊക്കെ മറക്കാലോ എന്നാണ്. മറന്നാൽ എന്ത് സംഭവിക്കുന്നു? മറന്നാൽ ഒരു ടെൻഷനും ഇല്ല എന്നാണ്. മറക്കുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ മറക്കുന്നു. ഞാൻ എന്നെ തന്നെ മറക്കാൻ ഇതല്ലാതെ മാർഗ്ഗം എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇന്ന് അവർക്ക് അതിനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഭജനയുടെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പീച്ചിൻ്റെ ഒക്കെ പാരമ്യതയിൽ ചിലപ്പോൾ നിങ്ങൾ അവരെ തന്നെ മറന്ന് നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസിൻ്റെ സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് യാതൊരു കേടുമില്ലല്ലോ. ഒരു രാസലഹരി കുത്തിവെക്കുന്നതും ഒരു ഭജനയിൽ നിങ്ങൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്നതും രണ്ടും നൃത്തം തന്നെയാണ്. പക്ഷെ രണ്ടാമത്തത് കൊണ്ട് ഉണ്ടാവുന്ന ആനന്ദവും ഒന്നാമത്തെ കൊണ്ട് ഉണ്ടാവുന്ന ആനന്ദവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട്, ഈ ചണ്ടാമർക്കന്മാരുടെ സ്കൂളിൽ ചേർക്കും പ്രഹ്ലാദനെ. വെച്ചാൽ ശുക്രാചാര്യരുടെ മക്കളാണ് ചണ്ടനും മർക്കനും. അവരുടെ സ്കൂളിലാണ് ഹിരണ്യകശിപു ഈ കുട്ടികളെ ചേർക്കുക. അപ്പോൾ പ്രഹ്ലാദൻ അവിടെ പഠിക്കുന്നുണ്ട്, വേറെ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നമുക്ക് കുറച്ച് ഈ ജെൻസിക് പിള്ളേരെ കാണാൻ തുടങ്ങിയ പ്രഭാഷണത്തിൽ, ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരെ. അപ്പോൾ അവരൊരു ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഞാൻ എൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞതാണ്, എടോ നമ്മൾ ഈ കാണേണ്ട സാധനങ്ങളൊക്കെ കുത്തി വെച്ചിട്ട് നമുക്ക് 5 മണിക്കൂർ 6 മണിക്കൂറാണ് ആനന്ദം. ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട് പുതിയൊരു അഡ്മിഷൻ, അവൻ എല്ലാ സമയവും 24/7 അവൻ ആനന്ദമാണ്. നമുക്ക് റീചാർജ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം പോയിട്ട്. ഇവനത് എന്തിൻ്റെ ആവശ്യമില്ല, അത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവൻ എന്തോ ഒരു സാധനം കഴിക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിൻ്റെ ആവശ്യമില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവർ പോയിട്ട് കുട്ടികൾ പോയിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു അത്രേ, താൻ എന്താ ഉപയോഗിക്കണേ? ഞങ്ങൾക്ക് പരമായിട്ടുള്ള ആനന്ദം വേണം, ഞങ്ങൾക്ക് റീചാർജ് ചെയ്യാനൊന്നുള്ള സൗകര്യമില്ല, ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൈസ മുടക്കാം, താൻ പറയണ സാധനം ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ് ശ്രീഹരി എന്നാണ് ഞാൻ കഴിക്കുന്ന ബ്രാൻഡിന്റെ പേര്. വെച്ചാൽ അതിനെ ഉപാസിച്ചാൽ മതി, നിങ്ങൾക്ക് ധാരാളം വേണ്ടതൊക്കെ കിട്ടും. അവർ ചോദിച്ചത് അത് എവിടെ കിട്ടുകയാണ്, ഈ ശ്രീഹരി എന്നുള്ളത് എവിടെ കിട്ടുക? അവർക്കറിയില്ല, അവർ അസംബന്ധമാണ്. അവിടെയാണ് ഈ നവദഹ ഭക്തി എന്ന് പറയുന്ന ശ്രവണം, കീർത്തനം തൊട്ടിട്ട് ആത്മനിവേദനം വരെയുള്ള 9 കൗണ്ടേഴ്സ് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നാമജപത്തിന്റെ പ്രാധാന്യം അത്രയുണ്ട്. അതിൽ പോലും ശ്രവണം, കീർത്തനം എന്നാണ് രണ്ടാമെന്ന് പറഞ്ഞത്. കേൾക്കുക ആദ്യം. ഇപ്പം ഭജന കേൾക്കുക, കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിൽ പാചകം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മനോഹരി രാധേ രാധേ എന്നൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് പാടും, അറിയാണ്ട് പാടി പോകും. പക്ഷെ അറിയാണ്ട് പാടി പോകുമ്പോൾ പോലും ഭഗവാന്റെ നാമാണ് പാടുന്നതെന്നാണ് മഹത്വം. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഇന്നർ ക്ലീനിങ് നടക്കും. ത്രികരണ ശുദ്ധിയിൽ കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ പോകും, മനസ്സിൻ്റെ മാലിന്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകും, വാക്കിൻ്റെ മാലിന്യം പോകാൻ നാമജപമാണ് പ്രാധാന്യമായിട്ട് പറയുന്നത്. നാമം ചൊല്ലുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാവട്ടെ. ഒരുപാട് പേര് ഭജൻസ് കണക്റ്റുമായി രംഗത്തേക്ക് വരട്ടെ. അത്രയും ആളുകൾ പോലും നന്ദഗോവിന്ദം ഭജൻസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ എല്ലായിടത്തും ഓടി എത്താൻ പറ്റില്ലല്ലോ. എല്ലായിടവും ഉണ്ടാവട്ടെ, എല്ലാ മാസങ്ങളിലും ഉണ്ടാകട്ടെ. ക്ഷേത്രങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ രാമായണ മാസമൊക്കെ അല്ലെങ്കിൽ ഈ മണ്ഡലകാല ചെറുപ്പ് മഹോത്സവത്തിന്റെ അവസാനം ഈ കളമെഴുത്തും പാട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഇവിടെ കളമെഴുത്തും പാട്ടിന് തൊട്ട് മുമ്പ് ഒരു സമയമുണ്ട്, ഇതിൻ്റെ ഈ ദീപാരാധനയ്ക്കും കളമെഴുത്തും പാട്ട്. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ക്ഷേത്രത്തിൽ, ഭദ്രകാളി തിരുമുടി ക്ഷേത്രത്തിൽ മണിയടിച്ച് കർപ്പൂരം ഒഴിയുന്നതിന് മുമ്പ് മൈക്കിന്റെ മുന്നിൽ ആള് നിരക്കും സന്ധ്യനാമം ചൊല്ലാൻ. ഒരു ദേശം കളമെഴുത്തും പാട്ടും കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പായസം കിട്ടും. അതിനേക്കാൾ ഉപരി ഈ മൈക്കിന്റെ അറ്റം പിടിക്കണം, ഒരു മൈക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആരും ഇല്ല. ഇപ്പൊ അതിനും ഭാഗവതം വായിക്കുന്ന അവരൊന്ന് വായിക്കാം. നമ്മുടെയൊക്കെ ഇരിക്കുന്ന എറണാകുളത്തൊന്നും ഞാനത് കാണുന്നില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകൾക്കും കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഭാഗവത പാരായണം ഉണ്ടാവുന്നുണ്ട്. ആ ഭാഗവത പാരായണം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ദക്ഷിണ കൊടുത്തിട്ട് പറയും സന്ധ്യനാമം ചൊല്ലാനും കൂടി വരണേ. അടുത്തുള്ളവരായിരിക്കുമല്ലോ സ്ഥിരമായിട്ട് വരുമ്പോൾ അവർ വന്നിട്ട്
ചൊല്ലിപ്പോവാണ് സന്ധ്യാനാമം മുഴുവൻ. മറ്റേത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എത്രയോ ദിവസങ്ങൾ, പറ്റുമെങ്കിൽ ഈ 41 ദിവസവും അവിടെ ചെറുപ്പുണ്ടെങ്കിൽ നമ്മൾ പോയി ചൊല്ലിയതാണ്. അപ്പോൾ നാമജപങ്ങളുടെ തീർച്ചയായും അതിലൊരു വലിയൊരു വിപ്ലവം കൂടി ഉണ്ട് ജോജി, അതുകൂടെ കാണാതെ പോരുന്നു. ഇപ്പം എക്സാമ്പിൾ, പരമ്പരാഗതമായിട്ട് ചിന്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട്, നാമജപം എപ്പോഴൊക്കെ പാടുണ്ട്. പല ആൾക്കാരും പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ നാമജപത്തിൽ നിന്ന് പല സമയത്ത് നിന്നും മാറ്റുന്ന ഒരു പ്രവണതയ്ക്ക് നന്ദഗോവിന്ദ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഭജന സംഘങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമുണ്ട്. എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏട്ടാ ഞാൻ പീരീഡ്സിലാണ്, എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പക്ഷെ നവീനേട്ടനും ശ്രീധരേട്ടനൊക്കെ വന്ന് പാടുമ്പോൾ ആ അമ്പലത്തിൻ്റെ പുറത്താണ് നടക്കുന്നത്, എനിക്ക് പോയിട്ട് നാമം ചൊല്ലാൻ പാടും. എന്താ പോകണം, എനിക്ക് പോകാൻ പ്രയാസം. ഋതുവായ പെണ്ണിനും എരപ്പനും ദാഹകനും അഗ്നി അജനം ചെയ്ത ഭൂസ്വരനും ഹരിനാമ കീർത്തനം ഇത് ഒരു നാൾക്കും അരുതാത്തതല്ല ഹരിനാരായണായ നമഃ. ഋതുവായ പെണ്ണിന് അതിൽ ആദ്യം പറയണം. ഈ പരിപാടി നടക്കണ അമ്പലത്തിന്റെ പുറത്തായതുകൊണ്ടായിട്ടാ എനിക്ക് പോയിട്ട് നാമം ചൊല്ലാലോ ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്. സോ അതൊക്കെ ഒരു പുതിയ തലമുറയിലുള്ള, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയിൽ കൊടുക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. എനിക്ക് ഓർമ്മ വരുന്നറിയോ, നമ്മള് സ്പിരിച്വൽ വേഴ്സ് നടത്തിയല്ലോ ആദ്യത്തെ തവണ ദാസൻജി ഉണ്ടായിരുന്നു. പിന്നീട് സമയം ഇത്തവണയും ഞാൻ ക്ഷണിച്ചത് എന്നോട് ഇത്തവണ തസ്മൈ ഗുരുജി എന്നോട് പറഞ്ഞെന്തറിയോ, വ്യാസനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ അല്ല, വ്യാസന്റെ 1 മണിക്കൂർ പ്രഭാഷണം വേണം, വ്യാസനെ ഒരുപാട് പ്രഭാഷണം ചെയ്യണം, ഡിസ്കഷനിലല്ല. ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ വ്യാസൻജിയെ വിളിച്ചു ഇല്ല. പിന്നെ എന്തായാലും അലക്സാണ്ടർ ജേക്കബ് സാർ വന്നു, 1.5 മണിക്കൂറോളം അദ്ദേഹം പ്രഭാഷണം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, അത് വെക്കുമ്പോൾ ഇവർ വിളിക്കുന്നവർ പറയും ഞങ്ങൾക്ക് അന്ന് പീരീഡ്സിന്റെ ഡേറ്റ് ആയിരിക്കും, പങ്കെടുക്കാൻ പറ്റുമോ. നമുക്ക് ഒരു അങ്ങനെ ഒരു വേദിയിൽ വെച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കരുത് എന്നൊരു കൺസെപ്റ്റാണ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാമം ചൊല്ലാൻ ഒരു തരത്തിലുള്ള അശുദ്ധിയും ഒന്നും ഇല്ല എന്നാണ്. എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. എണീറ്റ് ഉടനെ തന്നെ നാമം ചൊല്ലി തുടങ്ങുക, കിടക്കുന്ന സമയത്ത് നാമം ചൊല്ലി കിടക്കാന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അശുദ്ധിക്കും സ്ഥാനമില്ല. ഞാനൊരു ചോദ്യം അങ്ങയുടെ അനുവാദമില്ലാതെ ചോദിക്കുകയാണ്. പണ്ടൊരിക്കൽ ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഒരു ചിരിയോടുകൂടി വേണമെന്നും വേണ്ടാന്നും പറഞ്ഞ അതൊരു ചോദ്യമാണ്. ഞാൻ ഇന്നലെ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പിന്നീടാണ് ഞാൻ സന്യാസത്തിലേക്ക് വന്നത്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റിന് നല്ലൊരു ആത്മീയവാദിയായി മാറാൻ പറ്റുമോ? എൻ്റെ അറിവിൽ അതിന് സാധ്യത കുറവാണ്. കാരണം ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. നമ്മളെപ്പോഴും കാണുന്നതും കേൾക്കുന്നതും, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നൊരു ചിന്തകൻ, അദ്ദേഹം ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധിയായിട്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്, പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം രാമായണം വ്യാഖ്യാനിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ രാമായണം ചെയ്തത്ര അപരാധം ലോകത്തൊരു ഗ്രന്ഥവും ചെയ്തിട്ടില്ല നമുക്ക് തോന്നും. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ദളിത് പൊളിറ്റിക്സ് ആണ് താൻ. അദ്ദേഹം ദളിത് പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, അദ്ദേഹം ഈ വ്യാഖ്യാനിച്ച് കുറ്റം പറയുന്ന ഈ ഗ്രന്ഥമായിട്ടുള്ള രാമായണം എഴുതിയതൊരു ദളിതനാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഗുഹൻ എന്ന് വിളിക്കപ്പെടുന്ന തോണിക്കടത്തുകാരനെ ഭഗവാൻ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു എന്ന് രാമായണം പറയുമ്പോൾ, ഒരു ദളിതനെ ആലിംഗനം ചെയ്യുന്ന ശ്രീരാമനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ആ ശ്രീരാമൻ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ശബരി എന്ന് വിളിക്കപ്പെടുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ദളിത് സ്ത്രീ കടിച്ച ഭക്ഷണം പാതി കഴിക്കുന്ന ശ്രീരാമനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അപ്പോഴും കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് സീതയെ ഗർഭിണിയായപ്പോൾ ഉപേക്ഷിച്ച രാമനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെയോ ആ കാലഘട്ടത്തിലെയോ ഈ പറയുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഉദ്ഘോഷിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആധ്യാത്മികമായിട്ടുള്ള മനസ്സുണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു വാക്ക് ഉപയോഗിച്ചാലോ, നല്ല കമ്മ്യൂണിസം. നല്ല കമ്മ്യൂണിസം എന്ന ആശയം ഇപ്പോൾ നോക്കൂ, കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ എന്താ, അത് പലതരത്തിലും വ്യാഖ്യാനിക്കാറുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം നമുക്ക് ഭാരതീയ ദർശനത്തിൽ കാണാമല്ലോ. എൻ്റെ ഉള്ളിലുള്ളതും അവൻ്റെ ഉള്ളതും ഒന്ന് തന്നെയാണ്. ഈ സമത എന്ന് പറയുന്ന ബോധം ഇത്രയധികം ഉദ്ഘോഷിക്കുന്ന ഭാരതീയ സംസ്കാരത്തിനെ അഡ്മിറ്റ് ചെയ്യാൻ കമ്മ്യൂണിസത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവർ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയില്ലാത്ത, മതമില്ലാത്ത, എല്ലാവരും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന, അത് ഓൾറെഡി ഈ ധർമ്മം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബ്രാഹ്മണന്റെ മകനായി ജനിക്കുന്നവൻ ബ്രാഹ്മണൻ അല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നീ നിന്റെ വർണ്ണം തിരഞ്ഞെടുക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന തരത്തിലേക്കുള്ള പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും. ഞാൻ ഈ കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ സത്ത
മനസ്സിലാക്കിയിട്ടുള്ള ആൾ, അല്ലാതെ ഈ പുറമേ ഞാൻ വലിയ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ഭാവിക്കുന്ന ആളല്ല. ഈ കമ്മ്യൂണിസത്തിൻ്റെ അന്തസ്സത്തെയും ആത്മീയതയുടെ അന്തസ്സത്തെയും ഒന്നാണ്, അത് കണക്റ്റ് ആവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഓക്കെ, അത് തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കിയ എത്രയോ ആളുകളുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, വിവേകാനന്ദ സ്വാമിയെ പോലത്തേക്ക് ഒരാളെ നമുക്ക് ഇവിടെ വന്ന് അദ്ദേഹം പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയാനുള്ള തൻ്റെ ഇടം അദ്ദേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വിപ്ലവകാരി ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? ഇപ്പോഴും എത്രയോ മനുഷ്യർ അതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും വേണ്ടെന്ന് കരുതി ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ഓരോരുത്തരിലും ഒരു ത്യാഗിയുണ്ട്. ഇപ്പോൾ ഗീത എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ത്യാഗി എന്നായി മാറും എന്ന് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഗീത 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 എന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഗീത എന്നായി മാറുന്നതാണ്. ഏറ്റവും വലിയൊരു ത്യാഗി ആയിട്ടുള്ള ആൾക്കാണ് ഏറ്റവും നല്ല ആധ്യാത്മികവാദിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സന്യാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സ്വയം ന്യസിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തന്നെ വേണ്ടെന്ന് വെച്ചവൻ, സമൂഹത്തിനായിട്ട് പ്രവർത്തിക്കുന്നവൻ, ശരീരത്തെ വേണ്ടെന്ന് വെച്ചവൻ, അല്ലേ? അപ്പം അങ്ങനെ ഒരാളെ പോലെ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാതെ ഈ ഭൗതികമായിട്ടുള്ള ഒരു സമത്വം മാത്രമാണ് ശരി എന്ന് വാദിക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല. ഭൗതികമായിട്ടുള്ള സമത്വം വേണ്ടത് തന്നെ, തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളതാണ്. പക്ഷേ ആ ഭൗതികമായിട്ടുള്ള സമത്വം കൊണ്ട് ആത്യന്തികമായിട്ടുള്ള സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിളയുടെ തീരങ്ങളിൽ കേരള കുംഭമേള നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് മഖാമക മഹോത്സവത്തിൻ്റെ ഒരു പ്രതീക്ഷ? യാസൻജി പോകുന്നുണ്ടോ? എനിക്ക് ഒരു ദിവസമെങ്കിലും പോകണമെന്ന് കരുതുന്നുണ്ട്. കുംഭമേളയ്ക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും പോകണമെന്ന് കരുതുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഒരു സ്റ്റോപ്പ് മെമ്മോ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ അറിയാൻ സാധിച്ചു. പക്ഷേ മലപ്പുറത്തിൻ്റെ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഇപ്പം ഞാൻ പറയട്ടെ രോഹിത്ജി, ഇപ്പോൾ അവിടെ പറയുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ആ ഒരു മഹത്തായിട്ടുള്ള കർമ്മം അവിടെ നടന്നു കഴിഞ്ഞാൽ അവിടെ വർഗീയമായിട്ടുള്ള വേർതിരിവുണ്ടാവും. അതിലൂടെ നിങ്ങൾ ആരെയാണ് അപമാനിക്കുന്നത്? മലപ്പുറത്തുകാരെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇത് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മണ്ണ് മലപ്പുറത്തെയാണ്. അവിടുത്തെ ഇസ്ലാമിക ജനത ഇതിന് സഹായമായി കൂടെ നിൽക്കുന്ന ആളുകൾ. അതിനെ എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഹൈന്ദവ ധർമ്മത്തിൽപ്പെട്ട ഭൂരിപക്ഷ ജില്ലകളിൽ എത്രയോ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ പരിപാടികൾ എത്ര ഗംഭീരമായിട്ട് പലയിടത്തും നടക്കാറുണ്ട്. ഇപ്പം എറണാകുളം നടക്കുന്നു, തൃശ്ശൂർ നടക്കുന്നു, പല സംഘടനകളുടെയും പരിപാടികൾ നടക്കുന്നു. അവിടെ ഒന്നും ഒരു വർഗീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടായിട്ടില്ലല്ലോ. ഒരാളും അവിടെ പോയിട്ട് നിങ്ങളിത് നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഹൈന്ദവരുടെ ഒരു ആഘോഷം മലപ്പുറം ജില്ല പോലത്തെ ഒരു ജില്ലയിൽ നടക്കുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മലപ്പുറത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ഹൈന്ദവ കേന്ദ്രീകൃതമായിട്ടുള്ള സംസ്കൃതികൾ ഉറങ്ങുന്ന സ്ഥലമാണ് മലപ്പുറം. മലപ്പുറത്തിന് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം മാത്രം കൊടുത്താൽ പോലെ അതിന് വലിയ എഴുത്തച്ഛൻ്റെ മണ്ണാണ്. മാമാങ്കം നടന്ന സ്ഥലമാണ്, തിരുമാന്താങ്കുന്നിരിക്കുന്ന സ്ഥലമാണ്, അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരുനാവായ ബലിയിരുന്ന നാവാമുകുന്ദൻ്റെ മണ്ണാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം കൂടി ഉണ്ട് ആ മണ്ണിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്നതിൽ എന്താണ് പ്രശ്നം? ആളുകളെ ഗവൺമെന്റ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അവരുടെ എന്താണ് അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വ്യാഖ്യാനം കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം എരുമേലി ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ അത് കൂടെ അയ്യപ്പന്മാർ നടന്നു പോകുന്നത് ഭാവിയിൽ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ് ഞാൻ നോക്കുന്നത്, അല്ലേ? അതുപോലെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് മറ്റൊരു രീതിയിൽ അത് വീണ്ടും വ്യാഖ്യാനിക്കപ്പെടും. ഇതിലൂടെ ആത്യന്തികമായിട്ട് ധ്രുവീകരണത്തിന് ഇങ്ങനെയുള്ള തോട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ സിമ്പിളായി പറയുകയാണ്, കോടാനുകോടി പേർ വന്ന് കൂടിയ മഹാകുംഭമേള എത്ര നന്നായിട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ. എനിക്ക് തോന്നുന്നു കേരള സർക്കാരിൻ്റെ, ഞാനൊരിക്കലും ഈ വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാളല്ല, കേരള സർക്കാരിൻ്റെ ഒരു ഗുണങ്ങളും ഉത്തർപ്രദേശ് സർക്കാരിന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന മറ്റു കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ സർക്കാരുകൾ എങ്ങനെയാണ് അതിനെ ഭംഗിയായി നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ സർക്കാർ, കേരളത്തിലെ സർക്കാർ ആരോ ആകട്ടെ, മുഖ്യമന്ത്രി ആരോ ആകട്ടെ, വിചാരിച്ചാൽ ഇതിനെ എത്രയോ വലിയൊരു ഇവൻ്റാക്കി മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു റെസ്പോൺസിബിൾ ടൂറിസം സാധ്യത തന്നെ ഉണ്ടല്ലോ അവിടെ. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. കുംഭമേള എന്ന് പറയുന്നത് മേളയാണ്. മേള എന്ന് പറയുന്നത് കൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ചടങ്ങുകൾ ഒരു ഭാഗത്ത് നടക്കുകയും അതിലൂടെ ആ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് കിട്ടുന്ന നികുതി ഇനത്തിന് ഉൾപ്പെടെയുള്ള വരുമാനത്തിന്റെ വലിയൊരു സ്രോതസ് സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും കൂടി ചേർന്ന് ഒരു സ്പിരിച്വൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ടുന്ന ഒരു പ്രൊജക്റ്റിനെ ഞാൻ എൻ്റെ അധിക പ്രസംഗമായിട്ട് കണ്ടാലും കുഴപ്പമില്ല. ഇവർ ഈ രാമായണ കാലത്ത് രാമായണ മാസ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് രാമായണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ രാമായണ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ചെലവിൻ്റെ ഒരു ചെറിയ പങ്ക് ഇതിലേക്ക് വഹിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇന്ന് പറയുന്നുണ്ടല്ലോ, എന്തിനും നമ്മൾ എന്തൊരു കാര്യത്തിന് അവകാശപ്പെടുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഒരു സ്വയം പര്യാപ്ത സംസ്ഥാനമായിട്ട് മാറാനുള്ള ഇത്തരത്തിലുള്ള അവസരങ്ങളെ ഗവൺമെന്റ് പാഴാക്കി കളയുന്നതിനെ നിരാശയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. സത്യത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, ഞാനൊരു BJP കാരനോ BJP വക്താവോ അല്ല, ഞാൻ എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മറ്റേ ചാനൽ ഞാൻ വ്യക്തമായി പറയുന്നതാണ്, എങ്കിൽ പോലും എനിക്ക് ആ മനുഷ്യനോട് ആരാധന തോന്നിപ്പോയൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂ ആയിരുന്നു അത്. സ്പിരിച്വൽ സാധ്യതകളെ പറ്റി സംസാരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്പിരിച്വൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താത്ത സർക്കാരിനെ പറ്റി അദ്ദേഹം ഒരു 5 മിനിറ്റോളം സംസാരിക്കുന്നു. നമ്മുടെ ഗുരുവായൂരിനെയും ശബരിമലയെയും ചോറ്റാനിക്കരയും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്കൊന്ന് നമ്മുടെ കുമ്മനം രാജേട്ടൻ്റെ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അദ്ദേഹം കുറേ നേരം ഈ അവരുടെ സ്പിരിച്വൽ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അതേ രീതിയിലായിരുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന മഖാമഖ മഹോത്സവവും ഈ കേരളത്തിൽ നടക്കുന്ന കുംഭമേളയും ഒരുപാട് ആഭ്യന്തര ടൂറിസ്റ്റുകൾ, സ്പിരിച്വൽ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരികയും ഉത്തർപ്രദേശിൽ ലഭിച്ചതിൻ്റെ അത്ര പോലും വന്നില്ലെങ്കിൽ പോലും ഒരു വലിയ ഇവൻ്റായി ഇത് മാറുമായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ് രോഹിജി. ഇപ്പം നോക്കൂ, നമ്മൾ ഈ ഷഡ്ചക്രങ്ങളുടെ പാരമ്പര്യം പറയുന്ന സമയത്ത് കേരളത്തിൽ ഷഡ്ചക്രങ്ങളുടെ മൂലാധാരം ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. പിന്നെ അങ്ങടാണ് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, അങ്ങനെ പോകുന്നത്. അപ്പം മൂലാധാര ചക്രം ഭാരതത്തിൻ്റെ ഇരിക്കുന്നത് കേരളത്തിലാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ കേരളത്തിൻ്റെ മധ്യഭാഗത്ത്, ഏകദേശം മലപ്പുറം ജില്ലയുടെ ആ ഭാഗത്താണ് മഹാമകം നടക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഈ സ്ഥാപനത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെ അവിടെ ഹിന്ദുക്കൾക്ക് നന്മ ഉണ്ടാവണേ നല്ലല്ലോ പ്രാർത്ഥിക്കുന്നില്ല. അവിടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആർക്കാണ് ഇത്ര വലിയ പ്രയാസം? കാരണം ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാവട്ടെ എന്ന് ഒരു വലിയ സന്യാസ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ധർമ്മത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥിക്കുന്നതിനെ, അതിനെ ഒരു അവധാനതയോടുകൂടി കാണാതെ അതിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ജനറേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ആരുടെയൊക്കെ സ്റ്റോപ്പ് മെമ്മോ വന്നാലും അത് നടത്തണം. ഇതൊരു മൂവ്മെൻ്റ് ആണ്. ഇപ്പം പറഞ്ഞ ഭജനയാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും കണക്റ്റുകളാണെങ്കിലും ഇതൊരു മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ തുടർച്ചയിൽ ഒന്ന് തന്നെയാണ് കുംഭമേളയും മഹാമകവും. അത് നടക്കും എന്ന് അവിടെ സന്യാസ ശ്രേഷ്ഠന്മാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അത് അഖാഡകളുടെയൊക്കെ തന്നെ പങ്കാളിത്തം അതിലുണ്ട്. അഖാഡ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ ഈ തപസ്സിരിക്കുന്നവരുടെ മാത്രം ഒരു സന്യാസ കേന്ദ്രമാണെന്ന് കരുതരുത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഞാനത് ആ രീതിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ നടക്കാൻ പോകുന്ന പ്രവർത്തനത്തിന്റെ പവിത്രതയെ മനസ്സിലാക്കി ഒരു ഭരണകൂടം എന്ന തരത്തിൽ അതിന് വേണ്ട തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയായിരുന്നു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ കണ്ടൊരു ആനന്ദവരം സ്വാമി മാത്രമല്ല അതിന്റെ മനസ്സിലാക്കിയാൽ എന്തായാലും താങ്ക് യു. സന്തോഷം. താങ്ക് യു സോ മച്ച്.